ആളുകൾ പുറകെ വരുന്നുണ്ടില്ല റാലിയ സൂക്ഷിച്ചിരുന്ന ആക്സിഡന്റ് ഉണ്ടാവും. അപ്പൊ ഇതാണ് ഹഗില്. അപ്പൊ അവന്റെ കൂടെ 10th വരെ പഠിച്ചതാണ് കേട്ടോ. സ്കൂളിൽ കുറച്ച് ഫോട്ടോഗ്രാഫി ഒക്കെ എടുത്തു നീക്കുന്നതും. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങളിത് അവിടെ ഒരു സാറ്റർഡേ ആണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടുത്തെ അമ്യൂസ്മെൻറ്റ് പാർക്കായ എക്വവെഞ്ചറിൽ പോവാണ്. നമ്മുടെ വേൾഡിലെ ലാർജസ്റ്റ് അമ്യൂസ്മെൻറ്റ് പാർക്കാണ്. ഞാൻ അതുവരെ പോയിട്ടില്ല. അറ്റ്ലാന്റിസിലല്ലേ? യെസ്. അപ്പം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് നാളായിട്ട് ഞാൻ അമ്യൂസ്മെൻറ്റ് പാർക്കിലൊന്നും പോയിട്ടില്ല. അപ്പം അതിൻ്റെ ഒരു ത്രില്ലിംഗ് ഉണ്ട്. പിന്നെ നല്ല വെയിലുമാണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ്. അപ്പം എന്തായാലും നമുക്കിനി അവിടെ എത്തിക്കാണ്. അതിന് മുന്നേ നമുക്ക് അർഷാദിനെ ഫെബിനെ എടുക്കാണ്ട് നിങ്ങൾക്ക് അറിയുണ്ടാവും. സീറോ ഗ്രാവിറ്റിയിലെ വ്ളോഗിലുണ്ടായിരുന്നു ഞങ്ങൾ ഫ്രണ്ട്സ്. അപ്പോൾ അവരും ഉണ്ട്. അപ്പം നമ്മൾ 4 പേരും കൂടിയിട്ടാണ് ഇന്നത്തെ ഡേ ഫുള്ളാക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. അപ്പോൾ ഒരു ഗ്രോസറി കണ്ടപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ മേടിക്കാൻ പോയതാണ് കേട്ടോ ദീപക്ക്. അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് മേടിക്കാനായിട്ട് നല്ല റേറ്റാണ്. അപ്പോൾ ഇപ്പം തന്നെ വാങ്ങി വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അർഷാദും ഫെബിനും എന്താ പറയാ ഫെമിലിയർ ആണ് ഞങ്ങളെ കൂടെ അല്ലേ. ദീപക്ക് വെള്ളം ഇറക്കിയിരിക്കും. അപ്പം ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഫെബീൻ്റെ ഉമ്മ കൊടുത്തയച്ചായിരുന്നു ഫുഡ്. നാട്ടിൽ നിന്ന് നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവർ ഞങ്ങൾ കാറ് കാണാൻ മറന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ കണ്ടു. അങ്ങനെ അതാ നമ്മളവിടെ ഏകദേശം എത്താറായിട്ടുണ്ട്. അപ്പോൾ ആ നേരെ കാണുന്നതാണ് നമ്മൾ അറ്റ്ലാന്റിസ് ഹോട്ടൽ. വാട്ടർ തീം പാർക്ക് അതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ദീപക് വർഷാദും ഏകദേശം ഡ്രസ്സെല്ലാം മാറി. നമുക്കിനി ചേഞ്ച് ചെയ്യണം. അപ്പോൾ ഇവിടെ ബസ്സുണ്ട്. അപ്പോൾ ബസ്സിൽ നമ്മൾ കയറിയിട്ട് അവിടെ വാട്ടർ തീം പാർക്കിൽ പോകണം കേട്ടോ. അപ്പോൾ ഒരു ഷട്ടിൽ ബസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കയറി പോവാം. അങ്ങനെ നമ്മൾ കയറിയ സീറ്റെല്ലാം കിട്ടി. നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ഫെബി അർഷാദും. അങ്ങനെ അവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എത്തി. നമ്മൾ ബസ് ഇറങ്ങി അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇൻസൈഡിൽ നമുക്ക് ഒരുപാട് വഴികൾ കാണാം. അറ്റ്ലാന്റിസ് ഹോട്ടലിലോട്ട് അങ്ങനെ കുറേ വഴികൾ കാണാം. അതിൽ എക്വവെഞ്ചറിലോട്ടുള്ള വഴി എഴുതി വെച്ചിട്ടുണ്ടാവും. എല്ലാതും എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നോക്കി പോയാൽ മതി. ഇവിടെ നിന്ന് നേരെ പോയാൽ നമുക്ക് എത്താൻ പറ്റും കേട്ടോ. അങ്ങനെ അതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അതിലെല്ലാവരും റേറ്റും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത്. ഹോളിഡേയ്സിൽ ഈ പാർക്ക് എനിക്ക് തോന്നുന്നു സാറ്റർഡേ സൺഡേ 12 hours ഇത് ഓപ്പൺ ആണ്. അതായത് ഞങ്ങൾ പോയത് സാറ്റർഡേ ആണ്. അപ്പോൾ 10 AM to 10 PM വരെ ഇത് ഓപ്പൺ ആയിട്ട് ഇരുന്നു കേട്ടോ. വീക്ക് ഡേയ്സിൽ അത്ര ഉണ്ടാവില്ല. 6 PM ക്ലോസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എൻട്രൻസിൽ നമുക്കൊരു വാച്ചെല്ലാം കെട്ടിത്തരും കേട്ടോ. അവിടെ നിന്ന് എടുക്കാൻ പറ്റിയില്ല വീഡിയോ. അപ്പം അത് വെച്ചിട്ട് നമ്മൾ ലോക്കറെല്ലാം ഓപ്പൺ ചെയ്യുക. ഡ്രസ്സ് വെക്കുന്ന ലോക്കർ അതെല്ലാം ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നേരെ പോയി ഡ്രസ്സെല്ലാം മാറ്റി 2 ഫോൺ നമ്മൾ കയ്യിലെടുത്തിരുന്നു വീഡിയോ ഫോട്ടോസെല്ലാം എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിടാൻ വേണ്ടി കവറ് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം കയറില്ല ആ ഒരു കവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ എല്ലാം ക്യാപ്ചർ ചെയ്തിരുന്നത്. പിന്നെ ഏതൊരു റൈഡിന് വേണ്ടി നിങ്ങൾ മേലെ പോയപ്പോൾ നല്ല വ്യൂ ആയിരുന്നു കേട്ടോ. താഴെ അറ്റ്ലാന്റിസ് ഹോട്ടലും അതുപോലെ ദുബായ് ഒരു സൈഡിൽ ബുർജ് അറബ് അങ്ങനെ അടിപൊളിയായിരുന്നു. ഇത് വരുന്നത് പാം ജുമൈറേൻ്റെ ഒരു ലീഫിലാണ്. അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ. ഈ സൈക്കിൾ ഹെർക്കുലിസ് റാലിയ. ആളുകൾ പുറകെ വരുന്നുണ്ടില്ല റാലിയ സൂക്ഷിച്ചിരുന്ന ആക്സിഡന്റ് ഉണ്ടാവും. പോവാ നിനക്ക് അങ്ങനെ മനസ്സിലായി. അടുത്ത് നമ്മൾ കയറിയത് ഏതാ വെച്ചാൽ ടാളസ്റ്റ് വെർട്ടിക്കൽ ഡ്രോപ്പ് ഇൻ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് ഔട്ടിലാണ് കേട്ടോ. അതെന്ന് പറയുമ്പോൾ 90 ഡിഗ്രിയിൽ നമ്മൾ പെട്ടെന്ന് താഴെ പോകുന്ന ഒരു ഐറ്റമാണ്. എനിക്ക് നല്ല പേടിയായിരുന്നു. പിന്നെ എനിക്കും ഫെബിക്കും അതിൽ കയറാൻ അൺഫോർച്ചുനേറ്റ്ലി പറ്റിയില്ല. കാരണം ഞങ്ങൾ പാൻറ്റ് ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ അതിൽ കയറണമെങ്കിൽ കുറച്ച് ടൈറ്റ് പാൻറ്റോ അല്ലെങ്കിൽ ട്രൗസേഴ്സോ അങ്ങനെ എന്തെങ്കിലും ഇടണം കേട്ടോ. നോട്ട് ഇറ്റ്. അപ്പോൾ ദീപക്ക് നല്ല പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ആളെ മുഖം നിങ്ങൾക്ക് ചിലപ്പോൾ ചിരിച്ചിട്ടൊക്കെ ആയിരിക്കും. പക്ഷെ ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ. മൂക്കൊക്കെ പൊത്തിയിട്ടാണ് ഇരിക്കുന്നത്. അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ മാറിയാൽ മതി. ഞമ്മള് ഇഞ്ചിന് തവിട് കൂടി വിട്ടില്ല. ഇൻഷാ പഠിച്ചോനെ നിങ്ങള് കാത്തോളി എന്നൊരൊറ്റ വിളിയാണ്.
അപ്പോൾ നമുക്ക് അവർ കയറിയിട്ടുള്ള അതിൽ കയറാൻ പറ്റിയില്ല, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ബ്ലാക്ക് കോട്ട് തന്നെ കേട്ടോ അതിൽ എഴുതി വെച്ചില്ല. ഇനി ഇതാണ് ഒരു ഉദ്ദേശിച്ച ടാളസ്റ്റ് എനിക്കറിയില്ല. എന്തായാലും അതിൽ കയറാൻ വേണ്ടി പോവുകയാണ്. ഇത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതും ഒരു പോയിന്റിൽ നമ്മൾ കൊണ്ടുവന്ന് എത്തിച്ചിട്ട് നേരെ 90 ഡിഗ്രി താഴത്തേക്ക് കൊണ്ടിടുമായിരുന്നു. അത് നമുക്ക് ഓൾറെഡി അറിയില്ലായിരുന്നു, പക്ഷേ പകുതി എത്തിയിട്ടാണ് അങ്ങനെ ഉണ്ടായത്. എനിവേ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് വിശപ്പിൻ്റെ വിളി വന്നത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ, അറ്റ്ലാന്റിസിലാണ് അവൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവൻ ഫുഡിന് ഓഫർ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ നമ്മൾ വിളിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു ബറാക്കുഡ എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പോവാണ്. അങ്ങനെ അതാ നമ്മൾ ബറാക്കുഡ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഫ്രണ്ട് എത്തി, അഖിൽ എന്നാണ് കേട്ടോ എൻ്റെ പേര്. ഇതാണ് ഫുഡിൻ്റെ ഒരു മെനു കാർഡൊക്കെ. അപ്പോൾ ഇതാണ് അഖിൽ. അപ്പോൾ അവൻ എൻ്റെ കൂടെ 10th വരെ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ ആളെ ഹെൽപ്പോടെ നമുക്ക് അടിപൊളി ഫുഡെല്ലാം കിട്ടി. നമ്മൾ ഇങ്ങനെ കുറേ വാട്ടറിലൊക്കെ കളിച്ച് കാരണത്തിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഫുഡായിട്ട് വരുന്നുണ്ട് ദീപക്ക്. അപ്പോൾ കണ്ടില്ലേ, ബ്രോസ്റ്റും ബർഗറും പിന്നെ കുറച്ച് ബൺസും പിന്നെ ഫ്രഞ്ച് ഫ്രൈസും അങ്ങനെ എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ഫുഡായിരുന്നു. അപ്പം താങ്ക് യു അഖിൽ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓഫർ തന്നതിൽ. പിന്നെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ പിന്നെ വലിയ റൈഡിലൊന്നും കയറേണ്ട, വേഗം തന്നെ എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കാമാവാൻ വേണ്ടി ഇതായി ഇങ്ങനെ പൂളിൽ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിച്ചു കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഇതൊരു റൗണ്ട് നമുക്കിങ്ങനെ റൗണ്ട് ചെയ്ത് വരാം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ നമുക്കിങ്ങനെ എക്സ്കലേറ്റർ പോലെ ആ സാധനത്തിൽ ഇരുന്ന് കൊടുത്താൽ മതി, ഇങ്ങനെ കയറിപ്പോയിക്കോളും. അതിൻ്റെ ഇടയിൽ നമ്മൾ അർഷാദിനെയും ഫെബീനെയും കണ്ടു, എവിടെയെങ്കിലൊക്കെ വെച്ചിട്ടാണ് കാണുക കേട്ടോ. അപ്പോൾ നല്ല ആ റൗണ്ടിൽ കൂടെ നമുക്ക് സ്ലൈഡിലൊക്കെ പോവാം. പിന്നെ ദീപൊക്കെ ഇറങ്ങി ഒന്ന് നമ്മൾ പൂളിൽ കുറച്ച് ഫോട്ടോഗ്രാഫിയൊക്കെ എടുത്തു നീന്തുന്നതും അങ്ങനെ കുറച്ച് റൊമാൻറ്റിക് സീനൊക്കെ എടുത്തു. പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇതുപോലെ വലിയ അക്വേറിയം കാര്യങ്ങളൊക്കെ, അക്വേറിയം എന്ന് പറയാൻ പറ്റില്ല, ഭയങ്കര കുറേ ഫിഷസിനൊക്കെ കാണാൻ പറ്റി. അങ്ങനെ പിന്നെ ഫുഡിൻ്റെ ക്ഷീണം എല്ലാം മാറി ഞങ്ങൾ വീണ്ടും റൈഡിലൊക്കെ കയറാൻ തുടങ്ങി കേട്ടോ. അപ്പോഴേക്കും സമയം ഏതാണ്ട് സൺസെറ്റൊക്കെ ആയിരുന്നു. പിന്നെ അതാ ഞാനും ഫെബിയും കൂടിയിട്ട് വേറെ ഒന്നിൽ കയറുകയാണ്. ഇതൊക്കെ നല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവങ്ങൾ തന്നെ കേട്ടോ. പിന്നെ ഇതാ നൈറ്റ് ആയപ്പം നല്ല DJ സോങ്ങൊക്കെ വെച്ചു, ഒരു പൂൾ പാർട്ടി വൈബായിരുന്നു കേട്ടോ. അപ്പോൾ ദീപക് എന്നെ എടുത്തിട്ട് വെള്ളത്തിലോട്ടൊക്കെ ഇട്ടു. ഞാനൊരു വലിയ സംഭവം അല്ലേ, വേറെ ആരും ഇല്ലെങ്കിൽ. അപ്പോൾ കണ്ടില്ലേ, അങ്ങനെ പോണ വഴിക്കാണ് ഇതെല്ലാം കണ്ടത്. വേറെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ദീപക് വർഷാദൊക്കെ ട്രൈ ചെയ്തു കേട്ടോ. ഞാനും ഫെബിയും ഭയങ്കര ക്ഷീണിച്ചുകൊണ്ട് ഞങ്ങളൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അതൊക്കെ ട്രൈ ചെയ്തു ഞങ്ങൾ നല്ല കയറാൻ പോവാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് കയറി ഒന്ന് ഫ്രഷ് ആയിട്ട് നമ്മൾ തിരിച്ച് പോകാനുള്ള പ്ലാനിലാണ് കേട്ടോ. ഹലോ ഗൈസ്, അപ്പം നമ്മളെ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഒരു 8 മണിയൊക്കെ ആയപ്പോൾ കയറി. പിന്നെ വന്ന പോലെ തന്നെ ബസ്സിലാണ് തിരിച്ചു വന്നത്. അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ഫോണിൻ്റെ ചാർജ് വളരെ കുറവായിരുന്നു. പറ്റുന്ന പോലെ ഞാനെല്ലാം ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ വാട്ടർ റൈഡ്സ് ഒരുപാടുണ്ട് കേട്ടോ അവിടെ. പിന്നെ ഞങ്ങൾ നേരെ അർഷാദിൻ്റെ വീട്ടിലാണ് വന്നത്. ഇത്രയും നേരം അവിടെ ഇരുന്നു. ഇപ്പോൾ സമയം 1 മണി ആവാറായിട്ടുണ്ട്. തിരിച്ച് റൂമിലോട്ട് പോവുകയാണ്. അപ്പം വ്ളോഗ് എന്തായാലും എൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ദീപക്ക് ഇന്നത്തെ ഒരു എക്സ്പീരിയൻസ്? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ട്രൈ ചെയ്യണം. പറ്റുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ദുബായിലെ അടിപൊളി ഒരു, ദുബായിലല്ല വേൾഡിലെ ചൂടാണെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം അതിനുള്ളിൽ നമുക്ക് ചൂട് അറിയില്ല, വെള്ളം നല്ല തണുപ്പാണ്. അപ്പം ഞാൻ ഇനി വൈഡാക്കുന്നില്ല. അപ്പോൾ അടുത്ത വ്ളോഗ് വരുന്നേക്കും വരെ ബൈ ബൈ. അതിന് മുന്നേ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ സജഷൻസ്